മാഡം. ആ ആൻസി, ഇത് മിസ്റ്റർ ആദിത്യ കൃഷ്ണൻ, ബിൽഡറാ. ഇദ്ദേഹത്തിന്റെ മോളെയാ ഋഷിമോൻ മാരി ചെയ്യാൻ പോകുന്നത്. ആൻസി ഒരാളാ ഞങ്ങൾക്ക് ഇത്രയും ബിസിനസ് ഉണ്ടാക്കി തന്നത്. FB-യിൽ ലാക്സ് ആൻഡ് ലാക്സ് ലൈക്സും ഷെയർസും കിട്ടുന്ന വീഡിയോസാ ആൻസിയുടേത്. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. ഭർത്താവ് ഒരു സിനിമാക്കാരൻ, ഇപ്പൊ പടമൊന്നും ഇല്ലാതെ. ഇത് നമ്മുടെ മറ്റേ കേസില് കുറെ കാലം മുമ്പേ എന്ത് കേസിലാ? ഒന്നുമില്ല. മാഡം, എനിക്കൊരു വർക്ക് തീർക്കാനുണ്ടായിരുന്നു. ആ ബാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യം അയക്കാൻ മറക്കല്ലേ. ആ ശരി. ചേച്ചി, കല്യാണം ഉറപ്പിച്ചു കാണൂ ചേച്ചി? ഉറപ്പിച്ചെങ്കിലും ഉറപ്പിക്കട്ടെ. നിന്റെ തലേന്ന് ഒഴിഞ്ഞല്ലോ. ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണേ. അതല്ല ചേച്ചി. പിന്നെന്താ? ചേച്ചി ഒന്ന് വന്നേ. വാ. എന്താ പ്രിയ? എന്താ നീ കാര്യം പറ. ചേച്ചി, എനിക്ക് എന്താ കാര്യം പറ. എനിക്ക് ആൻസിയുടെ 1-2 ലേറ്റസ്റ്റ് ഡിസൈൻസ് കാണുമായിരുന്നു. അതിനെന്താ, വന്നോളൂ. ആൻസി, ആൻസി ഒന്ന് വന്നേ. വരുന്നു മാഡം. മാഡം. ആ ആൻസി, നമ്മുടെ പുതിയ കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. പാർട്ടി വെയർ പേസിൽസ് ആണെങ്കിൽ ഞങ്ങൾ 6 ബീഡ്സ് വർക്ക് ഉണ്ടോ? ആ നിറയെ ത്രെഡ് വർക്കും ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നിന്റെ വക്കീൽ നോട്ടീസ് കിട്ടി. സിനിമാക്കാരനെ കൂടി ഞങ്ങൾക്കൊന്ന് കാണണം. ഒഴിയാൻ പോകുന്നതേ ഞങ്ങളല്ല, നീയാ. ഇതിന്റെ പ്രൈസ് എത്ര? ഋതു, ഇതിന്റെ പ്രൈസ് എത്രയാ? ഈ ഋഷിയും നമ്മുടെ പല്ലവി നേരത്തെ പരിചയക്കാരായിരുന്നു. അവര് പുറത്തൊരുമിച്ച് പഠിച്ചതല്ലേ. താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ആര് പറഞ്ഞു? ആ പിള്ളേര് തന്നെയാ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് നടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അങ്ങ് വെറുതെ തള്ളിക്കളഞ്ഞു വിടാൻ പറ്റില്ല അനന്തു. വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്ന? നമ്മളാ ജോലി വേണ്ടെന്ന് വെച്ച പോരെ? വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറണം. നമ്മൾ കൊടുത്ത കേസ് നമ്മൾ വിചാരിച്ച വഴി തന്നെ വരും. അങ്ങനെ വന്നാൽ നമുക്ക് തന്നെ ഒരു ബ്യൂട്ടിക്ക് തുടങ്ങാം. അത്രേ ഉള്ളൂ. അതൊന്നും അല്ല. ഞാൻ പറഞ്ഞു വരുന്നൊന്ന് കേക്ക്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്രിയ? പലതവണ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ കൂടെ. ആ തള്ള ഉപേക്ഷിച്ച അനാഥാലയത്തിലായിരുന്നു കുട്ടിയല്ലേ? അത് തന്നെ. ആ പെങ്കുച്ച് പ്രഗ്നന്റാ. ആരെ? പ്രിയേ? ഇത് നിന്റെ MD ഒക്കെ അറിഞ്ഞോ? ഇല്ല, അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താ ആലോചിക്കുന്നത്? ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. എന്താ?